ഹലോ ഗേസ്, വെൽക്കം superstore. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് തലശ്ശേരി ന്യൂ ബസ് സ്റ്റാൻഡിലെ നെക്സ്റ്റ് മൊബൈൽസ് ആണ്. ആദ്യം തന്നെ നമുക്ക് ഇവരുടെ സ്പെഷ്യൽസ് എന്തെല്ലാണെന്ന് കയറി നോക്കാം. OnePlus E304A OnePlus ബുള്ളറ്റ് വയർലെസ് സെറ്റ് പാസ് എഡിഷൻ ഇയർഫോണാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല സൗണ്ടൊക്കെ നല്ല മാസ് ബാസ് ബൂസ്റ്റിംഗ് ആണ്. വെറും 10 മിനിറ്റ്സ് കൊണ്ട് ചാർജ് ചെയ്താൽ 10 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാം. അത് 17 മണിക്കൂർ കമ്പനി ബാറ്ററി ബാക്കപ്പ് ഇതിന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസ് കൂടിയാണിത്. ഇതിൻ്റെ മോഡൽ വരുന്നത് നെക്ക് ടൈപ്പാണ്. ഇത് റിയൽമി ബിയർഡ് ട്രിമ്മർ പ്ലസ് 2017 എന്ന് പറഞ്ഞ മോഡലാണ്. സാധാരണ ട്രിമ്മർ അപേക്ഷിച്ച് ഇത് IPX7 വാട്ടർ റെസിസ്റ്റൻസ് കൂടിയാണ്. 120 മിനിറ്റ് ബാറ്ററി ബാക്കപ്പ് കമ്പനി അവകാശപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു മോഡലാണിത്. റിയൽമി ബിയർഡ് ട്രിമ്മർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ്. സെയിം ഫീച്ചേഴ്സ് തന്നെ ഇതിലും വരുന്നുണ്ട്. വാഷബിൾ ഹെഡ് ഫോർ ഈസി ക്ലീനിങ്, അങ്ങനെ വളരെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിമ്മറും കൂടിയാണിത്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് റിയൽമിയുടെ 10,000 mAh പവർ ബാങ്ക് 2 ആണ്. അതേപോലെ തന്നെ 18 വാട്ട്സ് ക്വിക്ക് ചാർജിങ് ആണ്. 13 ലേയേഴ്സ് ഓഫ് സെക്യൂർഡ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിൽ. പിന്നെ ഹൈ ഡെൻസിറ്റി ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ആപ്പിളിൻ്റെ പക്ക ഒറിജിനൽ കുറച്ച് പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പല ആൾക്കാരുടെ എൻക്വയറിയാണ്, പല രീതിയിലുള്ള ഫേക്ക് പ്രൊഡക്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് പക്ക ഒറിജിനലാണ്. 12 വാട്ട്സ് പവർ അഡാപ്റ്ററുമാണ്. പക്ക ഒറിജിനൽ, അതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ USB-C to ലൈറ്റ്നിങ് ആണിത്. USB-C ടൈപ്പ് ലൈറ്റ്നിങ് ആണ്. അതേപോലെ തന്നെ ഇയർപോഡ്സ് ആണിത്, അതും ലൈറ്റ്നിങ് കണക്ടറാണ്. ഓക്കെ, ഇത് ലൈറ്റിംഗ് USB ആണ്, USB കേബിളാണ്. ഇത് MIയുടെ ഹോം സെക്യൂരിറ്റി ക്യാമറയാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ക്യാമറ തന്നെയെന്ന് പറയാം. നമ്മുടെ വീട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിലൊക്കെ ഒരു MI ഹോം എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്യാമറയാണെന്ന് പറയാം. അതേപോലെ തന്നെ AI മോഷൻ ഡിറ്റക്ഷൻ ഡിവൈസാണ്. നമ്മുടെ വീട്ടിലൊക്കെ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള റൊട്ടേറ്റിംഗ് ക്യാമറ കൂടിയാണിത്. നമ്മളെടുക്കുന്ന വീഡിയോസൊക്കെ HD ക്ലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നൈറ്റ് ഇൻഫ്രാറെഡ് വിഷൻ എന്ന ഫീച്ചേഴ്സും കൂടി ഇതിലുണ്ട്. ഇനി അധികം ആരും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അറിയാത്ത പോയൊരു സാധനമാണിത്. MIയുടെ പോർട്ടബിൾ ഇലക്ട്രിക് എയർ കംപ്രസറാണ് ഇത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ കാറിലൊക്കെ ടയറിൽ എയർ കുറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബൈക്സിൽ, പിന്നെ സൈക്കിളിൽ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഫുട്ബോളിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ കയ്യിൽ അത്യാവശ്യമായി വേണ്ട ഒരു സാധനമാണിത്. നമ്മളിപ്പോൾ ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് എയർ കുറഞ്ഞാൽ, അതേപോലെ തന്നെ നമ്മുടെ പെട്ടെന്നുള്ള സിറ്റുവേഷനിലെല്ലാം വളരെ ഹെൽപ്ഫുള്ളാവുന്ന ഒരു ഐറ്റമാണിത്, എയർ കംപ്രസർ. ഡിജിറ്റൽ പ്രഷർ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ ബിൽറ്റ് ചെയ്തിരിക്കുന്നത് ലിഥിയം ബാറ്ററിയാണ്. അതുകൊണ്ട് നല്ല പവറായിരിക്കും, ബാറ്ററിക്കൊക്കെ നല്ല പവറായിരിക്കും. ഈ കേബിൾ ഇങ്ങനെ അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ പവർ ഓൺ ആവും. പിന്നെ നമുക്ക് കൊണ്ടു കിടക്കാനൊക്കെ വളരെ ഒരു ഹാൻഡിയാണ്. ഇതിൻ്റെ ചാർജിങ് പോർട്ടാണിത്. ഇവിടെയാണ് ഈ ഡിവൈസ് ചാർജ് ചെയ്യേണ്ടത്. ഇനി കാണിക്കുന്നത് MIയുടെ പോളറൈസ്ഡ് പൈലറ്റ് സൺഗ്ലാസ് ആണ്. ഇത് TSC പോളറൈസ്ഡ് ലെൻസസ് ആണ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ UV 400 പ്രൊട്ടക്ഷൻ ഇതിലുണ്ട്.
പിന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻസ് കൂടിയാണിത്. പിന്നെ സൺഗ്ലാസ്സൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നമുക്ക് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു സൺഗ്ലാസ്സാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രെയിമൊക്കെ വരുന്നത് മെറ്റലാണ്. വളരെ സ്ലിമ്മായിട്ടുള്ള ഒരു മെറ്റൽ ഫ്രെയിമാണ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് എംഐയുടെ റിവോൾവ് ആക്റ്റീവ് എന്ന സ്മാർട്ട് വാച്ചാണ്. ഇതിൽ വരുന്നത് 3.53 cm AMOLED ടച്ച് സ്ക്രീനാണ്. അതേപോലെ തന്നെ ബ്ലഡ്, ഓക്സിജൻ, ഹെർട്ട് റേറ്റ് എന്നൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ 110 മുകളിൽ സ്പോർട്സ് മോഡ് ഇതിലുണ്ട്, ഇൻക്ലൂഡിങ് യോഗ വരെയുണ്ട്. അതേപോലെ തന്നെ 5 ATM വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഇതിൽ റേറ്റിംഗ് ആയിട്ടുള്ളത്. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് ഈ സ്മാർട്ട് വാച്ചിന്. നമുക്കൊന്ന് പവർ ഓൺ ആക്കി നോക്കാം. AMOLED ടച്ച് സ്ക്രീനാണ്, വളരെ സ്മൂത്താണ് യൂസ് ചെയ്യാനൊക്കെ. ഇതിൻ്റെ സ്ട്രാപ്പൊക്കെ റബ്ബർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇൻഫോർമേറ്റീവായ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കുക. ഇതേ രീതിയിലുള്ള സൂപ്പർ സ്റ്റോറുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, bye.